അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അസ്നാസ് കിച്ചൺ. ഇന്നിതാ നല്ല ഒരു വെറൈറ്റി സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. കാണാനൊരു വെറൈറ്റിയാണ് കേട്ടോ. ഉള്ളിൽ നമ്മുടെ സമൂസ ഫില്ലിങ് പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൂടാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി വരുമ്പോൾ നമ്മളിതാ ഒരു ബോള് ക്യാരറ്റാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ചോപ്പ് ചെയ്ത ക്യാരറ്റിൽ ഇതിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ക്യാരറ്റ് നന്നായി വാടി വരുമ്പോൾ അപ്പോൾ ഇതുപോലെ ഒന്ന് വാടി വരണം. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഒരു ബോളോളം നമ്മൾ ക്യാബേജില്ലേ അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ട് നമ്മളെ ക്യാരറ്റും ക്യാബേജും നന്നായിട്ട് തന്നെ വെന്ത് നമ്മൾ ഉപ്പേരിക്ക് വാട്ടുന്ന പോലെ ആയി വരണം. അതിനുശേഷം കുറച്ച് ചിക്കനില്ലേ, എല്ലില്ലാത്ത ചിക്കനും കൂടി ഞാൻ വേവിച്ച് ഉപ്പിട്ട് വേവിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ അടുത്ത് കട്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് നമ്മളെ മുളക് പൊടിയില്ലേ, കാശ്മീരി മുളക് പൊടിയും സാധാ എരിവുള്ള മുളക് പൊടിയും ചേർത്തതാണ്. അതൊരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലപ്പൊടിയാണ്. നിങ്ങൾക്ക് ഇതിലും സ്പൈസി ആയിട്ടോ മസാലയിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും നമ്മൾ മസാല റെഡിയാക്കിയെടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മസാല ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ അധികം സ്പൈസസ് ഒന്നും ഇല്ലാതെ ഗരം മസാലപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം ചേർത്ത് ഇതുപോലെ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാടി വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കുന്നതിന് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ടാക്കി എടുക്കണം. മല്ലിയില കട്ടാക്കിയത് ഇതായതും കൂടി ചേർത്ത് നന്നായിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്ത് അതങ്ങ് തീയൊന്ന് ഓഫ് ചെയ്തെടുക്കുക. മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തു ഇതുപോലെ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് അതങ്ങ് മാറ്റി വെക്കണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ എന്താ കുറേശ്ശെ ആയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ചിക്കനൊക്കെ വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഉപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. സ്പൈസസ് ആക്കണമെങ്കിൽ സ്പൈസസ് ആക്കാം. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ച് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കാം. പിന്നെ എന്താ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1-1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളതിലേക്ക് 1/2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്, അരിപ്പൊടിയാണ് എടുക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ വെള്ളം ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ അരിപ്പൊടി നെയ്സ് പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, നൂലപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ ചുടുവെള്ളത്തിൽ അരിപ്പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നു. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് പൊടിക്ക് നമ്മൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എത്ര ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മളെ പൊടി വാട്ടിയെടുക്കുക. പിന്നെ എന്താ ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണ് ഞാൻ വാട്ടിയെടുക്കാറ്. പെട്ടെന്ന് നമ്മളെ കയ്യിലൊന്നും ഇതാവില്ല. ഇതുപോലെ പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ വാട്ടിയെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഇത് ചൂടായി വാടി വന്നിട്ടുണ്ട്. ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു തട്ടിലേക്കിട്ട് കൈവച്ച് നന്നായിട്ട് നമ്മൾ പത്തിരിക്കും ഒക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പം നല്ല ചൂടാണ്. നല്ല ചൂടോടുകൂടി ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് തണുക്കുകയും ചെയ്യരുത്,
അതിനുശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടാത്ത പരുവാവുന്നവരെ, കൈ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ കയ്യിൽ ഒട്ടാത്ത പരുവാവുന്നവരെ നമ്മൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പം ഞാനിതാ ഇതുപോലെ കുഴച്ചെടുത്തു. ചൂടായതുകൊണ്ട് തന്നെ കൈ നന്നായിട്ട് പൊള്ളൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഒന്ന് കയ്യിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്, അതുപോലെ മാവും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ ഒട്ടാതിരിക്കണം. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഇത് ഉരുട്ടിയിട്ട് നമ്മൾ വൈറ്റ് കളറിലുള്ള ക്യാരറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളറില്ലേ, അത് ഒരു കുഞ്ഞ് 1/4 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് നമ്മൾ ഓറഞ്ച് കളറിലുള്ള ഇതുപോലെ പത്തിരിക്ക് കുഴക്കില്ലേ, ഇതുപോലെ ഓറഞ്ച് കളറിലുള്ള മാവാക്കി മാറ്റുകയാണ്. അപ്പം ഞാൻ കൈ വെച്ചതാ നന്നായിട്ട് കുഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഉരുള എടുത്തു, അത്യാവശ്യം വലിയ ഉരുള തന്നെ എടുക്കണം. അതെടുത്തു. പത്തിരി പ്രസ്സില്ലേ, നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ഫില്ലിങ്ങും കൂടി ചേർത്ത് നമ്മൾ എത്രയാണോ വലിപ്പം അതിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ കുറച്ച് കട്ടിയൊക്കെ വേണം, നൈസായിട്ട് ചെയ്യരുത്, ഇതുപോലെ ചെയ്തെടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്രയും ഫില്ലിങ്ങും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഞാൻ ചെയ്ത പോലെ മടക്കി കൈ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ എടുക്കുക, ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ആദ്യം ഒരു ഭാഗം ഫോൾഡ് ചെയ്യുക, പിന്നെ അപ്പുറം വശം ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഇതാ അടിവശം ഇതുപോലെ ഒന്നിങ്ങനെ ഫുള്ളാക്കിയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലെ ഉള്ളിൽ വെച്ച് നന്നായിട്ട് ക്യാരറ്റ് പരുവാക്കി എടുക്കണം. ഇത്രയും സിമ്പിളല്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള ക്യാരറ്റ്, കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. വിരുന്നുകാർ വന്നാലോ അല്ലെങ്കിൽ ഇഫ്താറിനോ ഒക്കെ കുറച്ച് വെറൈറ്റി ആയി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇതുപോലെ ക്യാരറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഒരു ഇതുപോലെയൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ നിന്നൊക്കെ വാങ്ങിയ ക്യാരറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ക്യാരറ്റിൻ്റെ ആ വരകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത്, വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ വരകളൊക്കെ എല്ലായിടത്തും ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ അടിപൊളി ക്യാരറ്റ് പോലത്തെ സ്നാക്ക് റെഡി. കുറച്ച് വെറൈറ്റി അല്ലേ, കാണാനും ഭംഗിയുണ്ട്, മക്കളെയൊക്കെ ഒന്ന് കാണിച്ച് അത്ഭുതപ്പെടുത്താം. അപ്പം നമ്മളെ സ്നാക്കിൻ്റെ ഉണ്ടാക്കുന്ന വിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കൊടുത്താൽ നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ ചൂടെണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ മുള്ളങ്കി എന്നൊക്കെ പറയില്ല, അതുപോലെ ഞാനൊന്നും ചെയ്തെടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ. അപ്പോൾ ഞാൻ ഇതുപോലെ എണ്ണയിലിട്ട് വറുത്തങ്ങ് കോരുകയാണ്. അപ്പോൾ ഈസി സ്നാക്കാണ്, കാണാനും വെറൈറ്റിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് തന്നെ നമ്മൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ മൈദയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, പക്ഷേ അരിപ്പൊടിക്ക് കുറച്ച് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ നെയ്പ്പത്തലൊക്കെ നമ്മൾ പൊരിച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് മല്ലിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നമ്മൾ ക്യാരറ്റ് പരിവാക്കി എടുക്കാം.
അപ്പോൾ കാണാനും മൊഞ്ചുണ്ട്, അപ്പോൾ കഴിക്കാനും മൊഞ്ചുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്ന സക്കീർ.